ഹലോ ഡിയേഴ്സ്, എല്ലാ സ്വാമിലിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പയറും പച്ചക്കായും വെച്ചിട്ടുള്ളൊരു നല്ല അടിപൊളിയൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാ ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയോളുന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കണേ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പോകാം വീഡിയോയിലോട്ട്. നമ്മുടെ ഈ മെഴുക്കുവരട്ടിക്ക് വേണ്ടി കുറച്ച് വറ്റൽമുളകും ഒരു പച്ചക്കായും പിന്നെ കുറച്ച് വള്ളിപ്പയറും ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി പച്ചക്കായ നന്നായിട്ട് തോല് ചെത്തിയെടുക്കാം, പൊളിച്ച് കളയാതെ ചെത്തിയെടുക്കുക കേട്ടോ. അതിന് ശേഷം എല്ലാം ഒരേ വലുപ്പത്തിൽ റൗണ്ടിൽ കട്ട് ചെയ്യുക. അതിന് ശേഷം ഇതുപോലെ 4 കട്ട് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി വീണ്ടും 4 കട്ട് ചെയ്യുമ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പം വേകുമ്പോൾ ഒരുപോലെ തന്നെ വെന്ത് കിട്ടും. ആ പച്ചക്കായ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പയർ കട്ട് ചെയ്യാം. നമ്മുടെ ഇവിടെ ഉണ്ടായ നാടൻ പയർ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കഴുകിയിട്ട് എല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് മൂത്ത പയറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊളിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പൊളിച്ചിടുന്ന പയറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടി വറ്റൽമുളകും ഒരു പിടി ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം വറ്റൽമുളകൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം ചെറിയുള്ളി ഇട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി കേട്ടോ, അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. അതുപോലെ ചട്ടിയിലും നമുക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കായും പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഉള്ളിയൊക്കെ വാടി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇനി നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, കുറച്ച് മതി. നമുക്ക് ആ കായൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അതൊന്ന് ആവിയൊക്കെ വന്ന് വേകാനാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി മൂടി വയ്ക്കാം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കായും പയറും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പം വീണ്ടും ഒന്നും കൂടി തുറന്ന് നോക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്കുവരട്ടീൻ്റെ പണിയെന്ന് പറഞ്ഞാൽ. ഉഗ്രൻ ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയോളുന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കണേ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ പച്ചപ്പയർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പച്ചപ്പയറിന് പകരം നമുക്ക് ചെറുപയറിടാം, മമ്പയറിടാം. കായൻ്റെ ഒന്നിച്ച് ചെറുപയറും മമ്പയറും ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ പച്ചപ്പയർ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ലൈക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുന്നില്ല. വ്യൂസ് ഒത്തിരി ഉണ്ടെങ്കിൽ ലൈക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.